കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ മെയ് 1 മുതൽ 10 വരെ നീട്ടിയിരിക്കുന്നു. ഈ സുവർണാവസരം എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തൂ. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്രയജ്ഞത്തിന് വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം. ക്ഷേത്ര ചൈതന്യത്തിന്റെയും ഗ്രാമചൈതന്യത്തിന്റെയും വർധനവിനായി വിപുലമായ ചടങ്ങുകളോടുകൂടിയാണ് മഹാരുദ്രയജ്ഞം നടത്തുന്നത്. ക്ഷേത്ര ചൈതന്യത്തിന്റെയും ഗ്രാമചൈതന്യത്തിന്റെയും വർധനവിനായി വിപുലമായ ചടങ്ങോടുകൂടി തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന മഹാരുദ്രയജ്ഞത്തിൽ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 11 തവണ ജപിക്കുന്ന ശ്രീരുദ്രയജ്ഞത്തിനു ശേഷം കലശങ്ങൾ ക്ഷേത്രം തന്ത്രി ഭഗവാന് അഭിഷേകം ചെയ്യുന്നതോടുകൂടി ഒരു ദിവസത്തെ രുദ്രയജ്ഞ ചടങ്ങുകൾക്ക് സമാപനമാകും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യ നേതൃത്വം വഹിക്കുന്നത്. മഹാരുദ്രയജ്ഞത്തിന്റെ 4ാം ദിവസത്തിൽ ബ്രഹ്മശ്രീ കിഴിയേടം രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവത് സേവ നടന്നു. 11ാം ദിവസം വാസർധാരയോടുകൂടി മഹാരുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കും. GGC HOK പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.